ഹലോ ഗായ്സ്, തൊയ്ബ് മീഡിയയിലേക്ക് ബിഗ് ബോസ് ടോക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് ഇന്നലെ സീസൺ 1, അതായത് ഇന്നലെ ഞായറാഴ്ചയാണ് ഒന്നാമത്തെ വ്യക്തി, അതായത് ലോഞ്ച്, ബിഗ് ബോസ് ലോഞ്ച് എന്ന് പറയുന്ന സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കോമണേഴ്സാണ് ഈ പ്രാവശ്യം കൂടുതൽ ഉണ്ടാകുക എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ കോമണേഴ്സിലെ ഒരാളായിരുന്നു ഫസ്റ്റ് കയറിയത്. കോമണേഴ്സിൽ ഒരു എഴുത്തുകാരനായിരുന്നു, റൈറ്ററും ബ്ലോഗറുമായ ഒരു വ്യക്തിയായിരുന്നു. അനീഷ് TA എന്ന് പറയുന്ന ഒരാളാണ് ഒന്നാമതായിട്ട് ബിഗ് ബോസ്, ലാലേട്ടൻ്റെ ആദ്യത്തെ കോമണേഴ്സ് തന്നെ ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഒന്നാമനായിട്ട് തന്നെ കയറുകയും ചെയ്തു. രണ്ടാമതായിട്ട് വന്നത് RJ ബിൻസി, ഒരു റേഡിയോ ജോക്കി, 18 വയസ്സ്, ഒക്ടോബർ 1999, 25 വയസ്സാണ്. അപ്പോൾ റേഡിയോ ജോക്കിയായ ഇവരാണ് രണ്ടാമതായിട്ട് വന്നത്. മൂന്നാമത് നമുക്കൊന്നും അത്ര പരിചയമില്ല, ആര്യൻ കത്രിയ എന്ന് പറയുന്ന ഒരു മോഡൽ ആക്ടർ. നമുക്ക് പരിചയമില്ലാത്ത വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വയസ്സ് 4 മെയ് 1999 ജനിച്ചത്. 26 വയസ്സാണ് പ്രായം. പിന്നീട് വന്നത് ഷാദിയ സന്തോഷ് എന്ന് പറയുന്ന ഒരാള്, ഒരു ആർട്ടിസ്റ്റ്, ഡാൻസർ ഒക്കെ ആകുന്ന ഒരു അഡ്വക്കേറ്റും കൂടിയായിരുന്നു. 1995 നവംബറിൽ ജനിച്ചു, 27 വയസ്സാണ്. പിന്നീട് അനുമോൾ സീൻ ആക്ടറസ്, അതായത് 24 ഏപ്രിൽ 1995, 30 വയസ്സ്. നമുക്ക് അറിയാം, അനുമോൾ സ്റ്റാർ മാജിക്കിലെ വേറെ ഒരു വ്യക്തിയാണ് അനുമോൾ. പിന്നെ അക്ബർ ഖാൻ, ഷാറുഖ് ഖാന്റെ വലിയൊരു ഫോളോവറാണ്. അക്ബർ ഖാൻ 11 മെയ് 1994, ഞാൻ 95. അപ്പോൾ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 31 വയസ്സ്. നല്ലൊരു സിംഗറാണ് അക്ബർ ഖാൻ. പിന്നീട് അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഒരാളും കൂടിയുണ്ട്, 13. നമുക്കറിയാവുന്ന ഒരു സിനിമയിൽ, വെളിപാടിന്റെ പുസ്തകത്തിൽ എന്ന് പറയുന്ന സിനിമയിൽ അപ്പാനി ശരത്ത് വില്ലനായി റോൾ വന്ന ഒരു പ്രതിനായകനാണ് അപ്പാനി ശരത്ത് എന്ന് പറയുന്നത്. കുറെ കണ്ടസ്റ്റൻസ് വന്നതും പോയതൊന്നും ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടില്ല. ഈ ഒരു ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ കാണുന്നത് തന്നെ വളരെ ഡിലേ ആയിരുന്നു. പിന്നെ വേറൊരു ആക്ട്രസ് ഉണ്ട്, ബിന്നി സെബാസ്റ്റ്യൻ, അതായത് സീരിയൽ ആക്ട്രസ്. ഞാൻ കണ്ടിട്ട് പറയുന്നതല്ല, ഇതിൽ പറയുന്ന രീതിയിൽ പറഞ്ഞതാണ്. കുറെ കാര്യങ്ങൾ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പെട്ടെന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് കാണാനും സമയങ്ങളും ഒക്കെ അധികമാണ്. അപ്പോൾ വലിയ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സീരിയൽ ആക്ട്രസ് ബിന്നി സെബാസ്റ്റ്യൻ, 26 മാർച്ച് 1998 ജനിച്ചു, 27 വയസ്സാണ്. പിന്നെ ലെസ്ബിയൻസ് കപ്പിൾസ് ആയിട്ട് വന്ന ആദില, ഫാത്തിമ, നൂറ, ഈ 2 പേരും, ഒരാൾക്ക് 25 വയസ്സ്, മറ്റൊരാൾക്ക് 26 വയസ്സാണ്. അപ്പോൾ നൂറ 25 നവംബർ 1999 ജനിച്ചത്. മറ്റൊരാളെ നമ്മൾ നോട്ട് ചെയ്യാൻ മറന്നുപോയി, ക്ഷമിക്കുക. പിന്നെ വേറൊരു ആളും കൂടി നമുക്ക് പറയാനുണ്ട്. രേണു സുധി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി വരുന്ന ഒരു ആൾക്കാരാണ്, വൈറലായതാണ്. സുധിയുടെ വൈഫ് എന്ന് നമുക്കറിയപ്പെടാൻ സാധിക്കുന്നത്. 7 സെപ്റ്റംബർ 1991 33 വയസ്സുകാരിയാണ്.
അപ്പോൾ ഫാഷൻ കൊറിയോഗ്രാഫർ നമുക്കറിയില്ല, നവീൻ കബ്രിയസിയസ് അംബ്രോസ്, വലിയ പേരാണ്, നവീൻ എന്നാണ് വിളിക്കുന്നത്. 34 വയസ്സ്, 15 ഏപ്രിൽ 1994 വയസ്സാണ്. പിന്നെ ഒരു പുറത്തുനിന്ന് ഒരു മോഡലും കൂടി വന്നിട്ടുണ്ട്, ഗിസൽ തക്രാൽ, 34 വയസ്സ്. അപ്പോ പിന്നെ ഒരു ആളും കൂടിയുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഭിലാഷ്, 34 വയസ്സ്. ഒണിയൻ സാബു എന്ന് പറഞ്ഞ ഒരു ഫുഡ് ബ്ലോഗർ, എല്ലാവർക്കും അറിയുന്നതെന്ന് പറയുന്നത് കേട്ടത്. സോഷ്യൽ മീഡിയ ഒരു ആൾക്കൂടിയാണ്, ഒരു ഫുഡ് ബ്ലോഗറും കൂടിയാണെന്നൊക്കെയാണ് പറയുന്നത്. 36 വയസ്സ്. കോമണേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. പിന്നെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന അവതാരിക എന്നെന്ന് പറയാം. 6 മാർച്ച് 1986 ജനിച്ചു, 39 വയസ്സാണ്. പിന്നെ ഉള്ളത് കലാഭവനിൽ നിന്നാണ്. കലാഭവൻ നവാസ് മരിച്ചത് നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ അതേ കലാഭവനിൽ തന്നെ ലൈഫ് സക്സസ് ആയിപ്പോയ മറ്റൊരു നടി എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയായ ഷാനവാസ് എന്ന് പറയുന്ന നായകനെ അറിയാം. ഏഷ്യാനെറ്റിലെ ഒരു പ്രത്യേകമായ ഒരു സീരിയലിൽ അഭിനയിച്ചിരുന്നതിനാണ് ഷാനവാസ്. അപ്പോൾ ആ ഷാനവാസ് നമുക്കൊക്കെ സീരിയലിലെ ഒരു നായകൻ എന്ന് പറയുന്നതാണ് ശരി. 11 ജനുവരി വരുമെന്നത് പൂർണ്ണമായിട്ടും നമുക്ക് അറിയാവുന്ന ലെസ്ബിയൻസ് കപ്പിളായ ആദില നൂറയും മുമ്പ് പറഞ്ഞ കാര്യത്തിലുണ്ട്. പിന്നെ ആര്യൻ കത്രിയ എന്ന് പറഞ്ഞ മാൻ, 26 വയസ്സ്, അവർ വരുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസ് എത്ര വലിയ ഗംഭീരമായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യം പണിയുടെ പെരുന്നാളാണ്, അതായത് പണിപ്പുര തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ബിഗ് ബോസ് വലിയൊരു പണി, 7ന്റെ പണി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലത്തെ എപ്പിസോഡാണ് ഇന്ന് ചെയ്യുന്നത്, കാരണം വളരെ വൈകിയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറയാൻ കഴിയൂ, കാരണം ബിഗ് ബോസ് അത്രക്കും വലിയൊരു മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റോർ റൂമുകളാണെങ്കിൽ അത്ര വലിയ കിച്ചൺ ആയാലും ബാത്റൂം ആയാലും അവിടുത്തെ എല്ലാ ഇന്റീരിയർസും വളരെ ഗംഭീരമായിട്ട് തന്നെ ബിഗ് ബോസ് അധികൃതർ അതിൻ്റെതായ രീതിയിൽ ഒരു മുംബൈ നഗരത്തിൽ കിട്ടുകിട്ടാ വിറച്ചുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു നാട്, ബിഗ് ബോസ് എന്ന് പറയുന്നൊരു കൊട്ടാരം നമുക്ക് എങ്ങനെ കാണാൻ പറ്റുന്നു. ഒരു കൊട്ടാരം റേഞ്ചാണ് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു നമുക്ക് കാണുന്നത്. അത്രക്കും ഇവരൊക്കെ ഇവിടെ സക്സസ് ആയി. ഇപ്പോൾ അവിടെ പല പ്രശ്നങ്ങളും വന്ന അന്ന് തന്നെ നമ്മളെ അനുമോളെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഒരു കോമണർ എന്ന് പറയുമ്പോൾ ഇത്തിരി സ്മാർട്ടാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഒരു ഗസ്റ്റിന്റെ ഒരു സെലിബ്രിറ്റിയുടെയും ആൾക്കാരെ കുറിച്ചല്ല നമ്മൾ നെഗറ്റീവ് ഇടുക. ഇപ്രാവശ്യം ബിഗ് ബോസ് എന്ത് കാണിച്ചാലും അതിനാണ് നമുക്ക് നെഗറ്റീവ്. പക്ഷെ ഇപ്രാവശ്യം വണ്ടർഫുള്ളായ ഒരു വെൽക്കം എൻട്രി ബിഗ് ബോസ് നടത്തി കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമുക്കൊന്നും ഇപ്പോൾ പറയാനില്ല. കാരണം ബിഗ് ബോസിന്റെ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി സ്ട്രാറ്റജി എന്ന് പറയുന്ന ആ വിഭാഗത്തിലേക്ക് മാറുകയുള്ളൂ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അത് പല മൂഡാണ്, പല രീതിയിലുള്ള എന്റർടൈൻമെന്റ്സ് ആണ്. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റിന്റെ വിഭാഗമാണ് എന്ന് പറഞ്ഞാലും സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റിന്റെ ഒരു അങ്ങേതല തന്നെയാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ. ഇന്ന് നല്ലതാണെങ്കിൽ നാളെ പൂച്ചയെ പോലെയാണ് കടിച്ച് മാന്തി പൊളിച്ച് അത് ശൗര്യം ചെയ്യുന്ന ഒരു വിഭാഗക്കാർ തന്നെയാണ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അവർക്ക് തമ്മിൽ അറിയില്ല, അവർക്ക് തമ്മിലുള്ള യാതൊരു ഇന്ററാക്റ്റും ഇല്ലാതെ അവർ 100 ദിവസം അവിടെ ഉണ്ടാകും എന്നതാണ്. പക്ഷേ ആ ഇന്ററാക്റ്റാണ് നമ്മളെപ്പോഴത്തുള്ള സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർക്ക് നല്ലൊരു കാര്യമായിട്ട് ബോധവൽക്കരിക്കാൻ പറ്റുന്നത്. കാരണം ഇത്തരത്തിലുള്ള മോട്ടിവേറ്റഡായ സ്പീച്ചുകൾ വേണമാണ്. ഇന്നത്തെ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർ ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിനെ ഇഷ്ടപ്പെടുകയും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു കോമണേഴ്സ് എന്ന് പറയുന്ന നല്ലൊരു ഓഫർ കിട്ടുകയും ചെയ്തപ്പോൾ അത് പലരും ഉപയോഗിക്കാതിരിക്കുന്നു വളരെ കഷ്ടം തോന്നി. കാരണം വളരെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന
കാലഘട്ടത്തിലല്ല ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2025 ബിഗ് ബോസിന്റെ നിലവാരം ഒന്ന് കൂട്ടണം, അതായത് ബിഗ് ബോസിന്റെ റേഞ്ച് ഒന്ന് മാറ്റിപ്പിടിക്കണം, തുടരുമെന്ന് വൈബിൽ എത്തിക്കണമെന്നത് വളരെ വളരെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ വെച്ച് അവിടെ തുടങ്ങിയിരിക്കുന്ന ബിഗ് ബോസ് ഷോവിന്റെ ഒരു ആങ്കർ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഒരു ആങ്കറിങ് നടത്തുന്നെങ്കിൽ ആ ബിഗ് ബോസിന് അത്രക്കും സ്റ്റാൻഡേർഡ് വേണം. ആ ബിഗ് ബോസിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ അവിടെ വെച്ച് നമ്മൾ ആങ്കറിങ് കാര്യത്തിൽ ഒരിക്കലും നമുക്ക് നിരാശ തോന്നാൻ പാടില്ല. പക്ഷേ മോഹൻലാലിന്റെ സ്റ്റാർട്ടപ്പും കമന്റ്സിലൊക്കെ പറയുന്ന അതേ രീതിയിലല്ലാതെ മാറ്റി ചിന്തിക്കണം, മാറിയേ പറ്റൂ എന്നത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഇത്രക്കും ഇത്രക്കും ഹെവി ഡെഡിക്കേഷനുള്ള ഒരു ഷോ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. നമ്മൾ ഇത് കണ്ടതാണ്, ഇത് കേട്ടതാണ്. ഇതുപോലുള്ളൊരു ഷോ വളരെ ബിഗ് ഹൗസിൽ ബിഗ് ബോസ് എന്ന് തന്നെയാണ് ആ പേര്. ബിഗ് ബോസിന്റെ നിലപാടാണ് ഇനി നടക്കാൻ പോകുന്നത്. ഒരു പണികൾ തന്നെയാണ്. ലാലേട്ടന് ഒരുപാട് പേർക്ക് പണി കൊടുക്കാൻ പോകുന്നു. ആ പണികളെല്ലാം വാങ്ങിക്കൂട്ടാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഇവർ വരികയാണ്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞു, ഇവർ അകത്ത് കയറി, ഇവർ അതിന്റെ ഇൻട്രോ വരെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രോ വലുതാണെങ്കിൽ അതിന്റെ മാസ്മരിക രീതിയും മാറുകയും ചെയ്യുമെന്നത് സിനിമയിലൂടെ കാട്ടിത്തന്നതാണ് ലാലേട്ടൻ. ആ രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്നതിൻ്റെ വരവും ആ വരവ് വളരെ വലിയൊരു വരവായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടില്ലെങ്കിൽ, ബിഗ് ബോസ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കാണുക. 9 മണിക്കോ മറ്റാണ് ഇത് തീരാൻ പോകുന്നത്. അപ്പോൾ തുടക്കം 7 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് ഒരു ഗംഭീരമായ വെൽക്കം കൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ലോഞ്ചിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ആ വീട് കണ്ടിട്ട് എനിക്ക് പഴയതിനെക്കാട്ടിയും വളരെ ഗംഭീരമായ വീടായിട്ടാണ് ഇപ്രാവശ്യത്തെ സീസൺ 7, അതായത് മലയാളത്തിന്റെ 7 സ്വന്തമായ ഒരു വീട്, അതായത് ബിഗ് ബോസിന്റെ സ്വന്തം വീട് എന്നറിയപ്പെടുന്ന ആ ബിഗ് ബോസ് ഷോയിലേക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എനിക്കും അതിന് വലിയ ഓഫർ വന്നതായിരുന്നു. പക്ഷെ കാരണം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ നിലപാട് അഭിപ്രായങ്ങൾ മാറാതെ നമുക്ക് അങ്ങോട്ട് പോയാൽ നമുക്ക് നിലവാരമുണ്ടാവില്ല. നമ്മുടെ നേട്ടം വളരെ നമുക്ക് ട്രോളുകൾ വാങ്ങിക്കൂട്ടാനല്ല ബിഗ് ബോസിലേക്ക് പോകുന്നത്, റീച്ച് കിട്ടാനാണ്, പബ്ലിസിറ്റി കിട്ടാനാണ്. ഇതൊക്കെ ഒരു വേവ് ലെങ്ത്തിലൂടെ നടക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്ന രീതിയിൽ നടക്കേണ്ടതാണ്. ഇതുപോലുള്ള ഷോ, ഇതുപോലുള്ള പബ്ലിസിറ്റി ഇല്ലാത്ത ഒരു ഷോ നടത്തിക്കൊണ്ട് പോണ്ട. ഇങ്ങനത്തുള്ള ഷോ ഒന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് ബിഗ് ബോസ് ഷോക്ക് എതിരാളികൾ ഉണ്ടാവാൻ പാടില്ല. ബിഗ് ബോസ് ഈസ് വെരി ബിഗ് ഷോ. ആ ഷോ നന്നായി പോണം. ബൈ ഫോർ